ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറെ പാർലമെന്റിലെത്തിക്കാൻ സ്വന്തം സീറ്റ് വിട്ടു നൽകിയ ഒരാൾ. പാകിസ്ഥാൻ എന്ന രാജ്യം പിറവിയെടുത്തപ്പോൾ മുഹമ്മദ് അലി ജിന്നയുടെ വലങ്കയായി നിന്ന് അവിടുത്തെ ആദ്യത്തെ നിയമമന്ത്രിയായ ദളിത് സിംഹം. പക്ഷേ വെറും 3 വർഷത്തിനുള്ളിൽ സ്വന്തം ജീവൻ രക്ഷിക്കാനായി അർദ്ധരാത്രിയിൽ ആ രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് ഓടി വരേണ്ടി വന്ന ഒരു മനുഷ്യന്റെ കഥയാണ് പറയുന്നത്. വിശ്വസിക്കുന്നവർ ചതിക്കുമ്പോൾ, ആദർശങ്ങൾ വെറും വാഗ്ദാനങ്ങൾ മാത്രമാകുമ്പോൾ ഒരു ജനതയ്ക്ക് എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഭയാനകമായ ഉദാഹരണമാണ് ജോഗേന്ദ്രനാഥ് മണ്ഡൽ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ചതിയുടെ, കണ്ണീരിൻ്റെ വിസ്മരിക്കപ്പെട്ട ചരിത്രം ഹിസ്റ്ററി അൺഫോൾഡഡ് ആണ്. 1904 ജനുവരി 29 ഇന്നത്തെ ബംഗ്ലാദേശിലെ ബാരിസാളിലായിരുന്നു ജോഗേന്ദ്രനാഥ് ജനിച്ചത്. അക്കാലത്ത് ചണ്ടാളർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഏറ്റവും പിന്നോക്കമായ നാമശൂദ്ര വിഭാഗത്തിലായിരുന്നു അദ്ദേഹം. അക്ഷരം നിഷേധിക്കപ്പെട്ട, വഴി നടക്കാൻ പോലും അനുവാദമില്ലാത്ത ഒരു കാലഘട്ടത്തോടും ദാരിദ്ര്യത്തോടും പൊരുതി അദ്ദേഹം നിയമബിരുദം നേടി. 1930കളിൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു ഉദയ സൂര്യനെ പോലെ വളർന്നു. ദളിതർക്കും പിന്നോക്കക്കാർക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന കരുത്തുറ്റ നേതാവ്. സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള വിപ്ലവകാരികളുമായി അദ്ദേഹം അടുത്ത് പ്രവർത്തിച്ചു. പക്ഷേ കോൺഗ്രസിനുള്ളിലെ ചില സവർണ മേധാവിത്വ നിലപാടുകൾ മണ്ഡലിനെ അസ്വസ്ഥനാക്കി. അവിടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതികൾ വഴിമാറുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ 2 വൻമരങ്ങളായിരുന്നു അംബേദ്കറും മണ്ഡലും. ദളിത് രാഷ്ട്രീയത്തെ ദേശീയ തലത്തിൽ എത്തിക്കാൻ ഇരുവരും ഒന്നിച്ചു നിന്നു. 1946 ഡോക്ടർ അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിക്കാൻ ബോംബെയിലെ കോൺഗ്രസ് നേതാക്കൾ തടസ്സം നിന്നപ്പോൾ ബംഗാളിൽ നിന്ന് തന്റെ സീറ്റ് നൽകി അംബേദ്കറെ സഭയിലെത്തിച്ചത് മണ്ഡലാണ്. ആ ഒരൊറ്റ പ്രവൃത്തി മതി അദ്ദേഹം ഇന്ത്യക്ക് നൽകിയ സംഭാവന എന്താണെന്ന് മനസ്സിലാക്കാൻ. വിഭജനത്തിന്റെ കാര്യത്തിൽ ഇരുവരും 2 തട്ടിലായി. അംബേദ്കർ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്ലാം എന്നത് മുസ്ലിങ്ങൾക്കുള്ള ഒരു സാഹോദര്യമാണ്, അത് സാർവത്രികമല്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കിയതാണ്. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ദളിതർ ഒരിക്കലും സുരക്ഷിതരായിരിക്കില്ല. എന്നാൽ മണ്ഡൽ ചിന്തിച്ചത് മറ്റൊന്നാണ്. സവർണ ഹിന്ദുക്കളേക്കാൾ ദളിതരുടെ സ്വാഭാവിക സഖ്യകക്ഷികൾ മുസ്ലിങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മുഹമ്മദ് അലി ജിന്നയുടെ വാഗ്ദാനങ്ങളിൽ അദ്ദേഹം ആകർഷനായി. പാകിസ്ഥാനിൽ ദളിതർക്ക് 33% സംവരണവും പൂർണ്ണ സ്വാതന്ത്ര്യവും ജിന്ന വാഗ്ദാനം ചെയ്തു. 1946 നോഖാലി കലാപത്തിൽ ആയിരക്കണക്കിന് ദളിതർ കൊല്ലപ്പെട്ടിട്ട് പോലും തന്റെ സിദ്ധാന്തത്തിൽ വിശ്വസിച്ച് അദ്ദേഹം മുസ്ലിം ലീഗിനൊപ്പം നിന്നു. 1947 ഓഗസ്റ്റ് 11 പാകിസ്ഥാൻ ഭരണഘടനാ സഭയുടെ അധ്യക്ഷനായി അദ്ദേഹം തിരഞ്ഞെടുത്തു. ഒരു ദളിത് നേതാവിനെ മുൻനിർത്തി ജിന്ന ലോകത്തെ കബളിപ്പിക്കുകയായിരുന്നു. പാകിസ്ഥാൻ പിറന്നു. മണ്ഡൽ അവിടുത്തെ ആദ്യ നിയമമന്ത്രിയായി. എന്നാൽ 1948 ജിന്നയുടെ മരണത്തോടെ മണ്ഡലിന്റെ സ്വപ്നങ്ങൾ തകരാൻ തുടങ്ങി. മിതവാദത്തിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണു. സർക്കാർ ജോലികളിൽ ദളിതരെ ഒഴിവാക്കി. ദളിത് യുവതികൾ വ്യാപകമായി തട്ടിക്കൊണ്ടുപോകപ്പെട്ടു. സ്വന്തം വകുപ്പിന് കീഴിൽ പോലും ഒരു ദളിതന് നീതി നൽകാൻ മണ്ഡലിന് കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാനോട് പരാതിപ്പെട്ടപ്പോൾ ലഭിച്ചത് പരിഹാസം മാത്രമാണ്. 1950 ആയപ്പോഴേക്കും കിഴക്കൻ പാകിസ്ഥാനിൽ, ഇന്നത്തെ ബംഗ്ലാദേശിൽ ദളിത് ഗ്രാമങ്ങൾ ചുട്ടരിക്കപ്പെട്ടു. തന്റെ കൺമുന്നിൽ സ്വന്തം ജനത വഞ്ചിക്കപ്പെടുന്നത് കണ്ട മണ്ഡൽ ഒടുവിൽ ആ സത്യം തിരിച്ചറിഞ്ഞു. പാകിസ്ഥാൻ എന്ന രാജ്യം ദളിതരുടെ ശവപ്പറമ്പായി മാറുകയാണ്. 1950 ഒക്ടോബർ 8 അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു. ലിയാഖത്ത് അലി ഖാന് അദ്ദേഹം അയച്ച ആ 8 പേജുള്ള രാജിക്കത്ത് വെറും ഒരു ഔദ്യോഗിക രേഖയല്ല, മറിച്ച് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കപ്പെടുന്ന ഒരു കുറ്റപത്രമായിരുന്നു. ഹിന്ദുക്കൾക്ക്, പ്രത്യേകിച്ച് ദളിതർക്ക് ഇവിടെ ഭാവിയില്ല എന്ന് അദ്ദേഹം വേദനയോടെ കുറിച്ചു. പിന്നീട് ജീവൻ കയ്യിൽ പിടിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. പക്ഷേ ഇന്ത്യയിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് വലിയ അവഗണനയാണ്. പാകിസ്ഥാൻ രൂപീകരിക്കാൻ കൂട്ടുനിന്ന വഞ്ചകൻ എന്ന മുദ്രയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 1968 ഒക്ടോബർ 5 പശ്ചിമ ബംഗാളിൽ ഒരു സാധാരണ ഗ്രാമത്തിൽ അനാഥനായി ആ വലിയ നേതാവ് അന്തരിച്ചു.